ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിനാസ് സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ക്ലാസ് ആയിട്ടൊന്നുമല്ല, ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നാളെ മുതൽ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് ചുരുങ്ങിയ ഡേയ്സേ നമുക്ക് LP UP പരീക്ഷയ്ക്ക് മുമ്പിലുള്ളൂ. അപ്പം 65 ദിവസമേ ഇനി UP പരീക്ഷയ്ക്കുള്ളൂ അല്ലേ. അപ്പം നാളെ തൊട്ടിട്ട് നമ്മൾ ഒരു നമ്മൾ സിലബസ് ഫുള്ള് SCERT കൂടി കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനം, ഒരു സ്റ്റഡി പ്ലാനാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ, നമ്മളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാൻ തുടർന്നു കൊണ്ടുപോയിരിക്കും. അതിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അത് അതിൻ്റെ ഇതിലങ്ങനെ പോയിക്കോളും, അത് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു 60 ഡേയ്സിൻ്റെ SCERT കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ്, ഇതേപോലെ ഞാൻ ടൈം ടേബിൾ കണ്ടില്ലേ, നിങ്ങൾ ഈ ടൈം ടേബിൾ പോലെ ഡെയിലി നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. ഈ ടൈം ടേബിളിനനുസരിച്ചിട്ട് നിങ്ങൾ ആ പാഠഭാഗം പഠിച്ചിട്ട് വരിക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വായിച്ചു പോകുന്ന രീതി തന്നെയാണ്, റീഡിംഗ് ആയിട്ടുള്ള ഒരു രീതി തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പം ഈ സിലബസിലെ എല്ലാ കാര്യങ്ങളും SCERT നമ്മൾ വായിച്ചു പോകുന്ന ഒരു രീതിയായിരിക്കും. ചിലപ്പോൾ SCERTയുടെ പോയിൻറ്റ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ PDF രൂപത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, വായന മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും, അതുപോലെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. അപ്പോൾ പുതിയൊരു രീതിയിൽ നമുക്ക് ഇതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. 60 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് SCERT കൂടി പഠിച്ച് തീർത്തിട്ട് നമുക്ക് എക്സാമിലേക്ക് പോകാം. അപ്പം നല്ലൊരു റിവിഷൻ ക്ലാസ്സാണ് കേട്ടോ ഇത്, അല്ലാതെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല. റിവിഷനായിട്ട് നമ്മൾ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് എല്ലാം പഠിച്ചിട്ട് പോകും. അങ്ങനത്തെ ഒരു രീതിയായിരിക്കും ഇതിലുണ്ടാവുക. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പേ ചെയ്തിട്ട് ക്ലാസ്സിന് പോകാൻ കഴിയാത്തവർക്കൊക്കെ നല്ല ഉപകാരപ്രദമായിട്ട് ഇരിക്കും. കാരണം എന്താ വെച്ചാൽ ഡെയിലി ടൈം ടേബിൾ തരുന്നുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾ മാത്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. നിങ്ങൾ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കുക. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിലെന്ത് ചെയ്യില്ല, നമ്മുടെ ക്ലാസ്സിൽ മാത്സ് ഉൾപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് മാത്സ് ക്ലാസ് ഉൾപ്പെടുത്താൻ പറ്റില്ല. ബാക്കി നമ്മളെല്ലാ ക്ലാസ്സും തരുന്നതായിരിക്കും. SCERT ഈ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ സപ്പോർട്ടോട് കൂടിയിട്ട് നിൽക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഇതുപോലെ പേ ചെയ്തിട്ട് പഠിക്കാൻ പറ്റാത്ത കൂട്ടുകാർക്ക് കൂടി ഈ ഒരു ടൈം ടേബിളും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഓക്കെ, അപ്പോൾ നാളെ കാണാം. താങ്ക്